എങ്ങനെയുണ്ട്? ഭംഗിയായിട്ടുണ്ട്. എന്താ അളിയന് പെണ്ണു വീട്ടിൽ ഓട്ടംതുള്ളുണ്ടാ? വേണ്ട, കാണാൻ കൊള്ളാവുന്നവരെ കാണുമ്പം അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അയ്യടാ, ഇത് കണ്ടിട്ട് അസൂയപ്പെട്ട പ്രാന്തായി പോവും. പിന്നെ പണ്ട് നിന്റെ അച്ഛനുണ്ടായത് അച്ഛന്റെ കാര്യം പറഞ്ഞ രണ്ടുപേരും കൂടെ തുടങ്ങിയ. അയ്യേ, ഇതെന്ത് വേഷം കളിയാ? ഇതിലും ഭേദമാ, ചിരിക്കണ്ട. എനിക്ക് ഈ പത്രാസൊക്കെ മതി. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവൾ എന്റെ കൂടെ പൊറുക്കാൻ വന്നാ മതി. വാ മല്ലി, ഞങ്ങൾ ഇറങ്ങുവാ. ഓ, നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴാ പുറകെന്ന് കൊല വിളി. എന്റെ ഭാര്യ പുറകെന്ന് വിളിച്ചിട്ട് ഇതുവരെ നല്ല ഉന്നം. ഇത്തവണ അളിയൻ പറഞ്ഞ നേരാ. ശകുനം മുടങ്ങി. നിന്നെ കണ്ടാ നിനക്കാ പെണ്ണ് കാണാൻ പോണെന്ന് തോന്നല്ലോടാ. വാ, ഞാൻ പോയിട്ട് വരട്ടെ, കാണിച്ചേരാ. അയ്യോ, ഇവിടെ എന്താ വിശ്വസിക്കാനാവില്ല അല്ലേ? അളിയൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? അഭിപ്രായങ്ങളൊന്നും പറയണ്ട. അളിയാ അളിയാ, മുണ്ടഴിച്ചിട്ട് മുണ്ടഴിച്ചിട്ട് മുണ്ടഴിക്കുന്നു. നാണം കിടാതിരിക്കാൻ മുണ്ടഴിച്ചിട്ടു വരും. നമസ്കാരം. നേരത്തെ എത്തിയല്ലോ. ഇവിടെ വന്നിട്ട് കാപ്പി കുടിക്കാമെന്ന് കരുതി, അതുകൊണ്ടാ. നമ്മള് കാപ്പി കുടിച്ചിട്ടാ വന്നത് അല്ലേ രായപ്പ? അല്ല, ഞങ്ങള് കാപ്പി കുടിച്ചിട്ടാണ് വന്നത്. അടുക്കള വശത്തേക്ക് വന്നാ മതി, അവിടെ ഇരിക്കാം. അതെ അതെ, കാപ്പി കുടിക്കാൻ വന്നതാണ് പോലും. വന്ന ഓട്ടനെ ചളവാക്കി. അല്ലേ, ഈ കാപ്പിക്ക് അവിടെ കരി വന്നു മിണ്ടി. അടുക്കള ഭാഗത്തേക്ക് പോവാൻ എല്ലാവരും ചില നടക്ക്. നടക്കളിയാ നടക്കളിയാ. നമ്മളായിരിക്കും ചെറുക്കൻ. അല്ല, ഞാനാ. എന്താ പേര്? ചാമി, പൊന്നച്ചാമി. ജോലിയോ? ഡ്രൈവറിങ്ങാ. കാളവണ്ടി ഡ്രൈവറിങ്ങാ. കാളവണ്ടി ഡ്രൈവിങ്ങോ? അല്ല, കാളവണ്ടി ഓടിക്കും. പിന്നെ അളിയന് റിപ്പയറിങ് നന്നായിട്ട് അറിയാം. ലാടനടിയും ഓടക്കലും ഈ കാള ഓടിക്കലും എന്തിനാ ചവിട്ടുന്നത്? തൊഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഉള്ളത് ഞാൻ പറയാം. ഞാൻ കാളക്കാരനാ. മോളെ, ഇതാ ചെറുക്കൻ. ഇവളിവിടുത്തെ വേലക്കാരിയാണെങ്കിലും ഞങ്ങൾക്ക് മോളെ പോലെയാ. രമണ, ഒന്നീ വന്നു. സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ആ പൊട്ടനെ അവൾക്ക് പിടിച്ചത്. അത് വേണേ നമുക്ക് ആലോചിക്കാം. സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ആ പൊട്ടനെ അവൾക്ക് പിടിച്ചത്. അത് വേണേ നമുക്ക് ആലോചിക്കാം. കണക്ക് തീർത്ത് പോവാ.
എങ്ങോട്ടാടാ ഈ പോക്ക്? നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പെണ്ണ് കിട്ടത്തില്ലെന്നാ? നീ പോയിട്ടുള്ള പെണ്ണും ജീവിതം ഒന്നും എനിക്ക് വേണ്ട. നിന്നെ തെരുവീന്നെടുത്ത് വളർത്തിയതേ അങ്ങനെ ഇറക്കി വിടാനല്ല. നീ എന്റെ കൂടപ്പുറപ്പാ എന്നും. പോണെങ്കി പോടാ, പക്ഷെ എന്നെ കൊന്നിട്ട് വേണം പോവാൻ. അളിയൻ എന്റെ നേരെ ചൂടാവണ്ട. പെണ്ണും പെണ്ണിന്റെ മുതലാളിയും എന്നെ വിളിച്ചു പറഞ്ഞതാ. അല്ല, എന്തെങ്കിലും ഒരു പരിഹാരം ആലോചിക്കാമെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. ശരിയാ, എനിക്ക് ചാണകത്തിന്റെ ചൂര, കാളയുടെ മുഷ്ക, ഒരവളുമാരും എന്റെ കൂടെ പൊറുക്കാൻ വരണ്ട. ഇനി ഈ വൃത്തികെട്ട ജോലി നിർത്തി മറ്റെന്തെങ്കിലും തൊഴിൽ നോക്കുന്നതാ നല്ലത്. ചേച്ചി പറയുന്ന നേരാ. ചേട്ടൻ എന്താ ജോലി എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോ പറയാൻ കുറച്ചില്ല. ഒരു വിധത്തിലാ ഞങ്ങൾ പറഞ്ഞൊഴിയുന്നത്. ഇനി വല്ലതും പറയാനുണ്ടാ? നിങ്ങൾക്കും കുറച്ചിലായിരിക്കും അല്ലേ അളിയന്മാരെ? എനിക്കൊരു കുറച്ചിലുമില്ല. ഇത് കണ്ട, കാളയ്ക്ക് ലാടനടിക്കാൻ ചുറ്റിയ പിടിച്ച കയ്യാ. രാമച്ചാമിയാ എന്നെ ഈ തൊഴിൽ പഠിപ്പിച്ചത്. നമ്മുടെ അപ്പൻ തിന്ന ചോറ് മറക്കല്ല്. നിങ്ങളുടെ പഠിപ്പും പത്രാസും ഈ നാക്കാലികളുടെ പിച്ചയാ. ഈ താലി പോലും. കാളക്കാരൻ പൊന്നച്ചാമിയുടെ പെങ്ങന്മാരാണെന്ന് പറയാൻ നിങ്ങൾക്ക് കുറച്ചിലാണെങ്കിൽ ഇനി ഇങ്ങനെ ഒരു ആങ്ങളുള്ളതായിട്ട് ആരോടും പറയണ്ട. ആ, ഇനി നിങ്ങൾ ആരും എനിക്ക് പെണ്ണ് ആലോചിക്കണ്ട. അങ്ങനെ കാക്ക കാക്കാന്ന് മലന്ന് പറഞ്ഞു. എന്റെ കുട്ടാ, ഞാൻ അന്നേ പറഞ്ഞില്ലേ കുട്ടന്റെ ആശാന് പെണ്ണൊന്നും കിട്ടില്ലെന്ന്. ഇപ്പൊ എന്തായി? കേൾക്കാൻ നല്ല തമാശയുണ്ട്. കുട്ടന്റെ ആശാന് ചാണകത്തിന്റെ ചൂരാന്ന് ഒരുത്തി വിധി എഴുതി. കാളക്കുട്ടന്റെ കൂടെയല്ലേ കുട്ടന്റെ കൂട്ട്. ഇത്തിരി മണമില്ലാതെ ഇല്ല. എന്ത് ചെയ്യാനാ? ഇഷ്ടപ്പെട്ടു പോയില്ലേ, അനുഭവിക്കുക തന്നെ. എന്നെ മുട്ടണ്ട. ഹായ്, നല്ല ചന്തമുള്ള വളകൾ. ആർക്കാ ഇത്? കൊള്ളാം, ആ വേല മനസ്സിലിരിക്കട്ടെ. സ്നേഹമുള്ളവര് കയ്യിൽ വളയിട്ട് തരണം. ഒന്ന് ഇട്ട് തന്നെ. തരിവള, മണിവള, കെട്ടാൻ പോന്ന ചെക്കനെ കുപ്പിവള തന്ന് പറ്റിക്കാൻ നോക്കണ്ട. സ്വർണ്ണവളകളാ വാങ്ങിത്തരേണ്ടത്. വാങ്ങിത്തരോ? ஏமாத்த பாக்குறியா? பீஸ் பீஸ் ஆக்கிடுவேன். ഇല്ല രാം, ഞാൻ പറ്റിക്കില്ല, ഒരിക്കലും പറ്റിക്കില്ല. 1000 ரூபா வாங்கி மாசம் 3 ஆச்சு. எங்க உன் பொண்ணு? ഞാൻ പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ല. നാളെ ദീപാവലി. നിന്റെ പെണ്ണിനെ അന്ത ചെട്ടിയാർക്ക് കൊടുക്കണം. ഇല്ലേനാ? കൊടുത്തിരാന്റെ എത്രം കൊടുത്തിരാം. നാളെ നീ അമ്പലത്തിനടുത്ത് വണ്ടിയുമായി വന്നാ മതി. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. അവറാച്ചോ വാ.
പോയി പിടിച്ചോണ്ട് വേടാ അവളെ. എന്താ എന്താ മൂപ്പനെ എടാ പട്ടി സൂക്ഷിച്ചോ, ഞാൻ വീണ്ടും വരും. പോടാ വാ. നാരായണി, എന്റെ മോളെ നിന്നെ നീ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ആ നാറിക്ക് കൂട്ടിക്കൊടുത്തത് ആരാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിഴയ്ക്കാൻ മനസ്സില്ലാത്ത ഈ പെണ്ണിനെ പിഴപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഇത് രണ്ടാമത്തെ തവണയാ. ഇനി എന്നെ ഇവിടെ വരുത്തരുത്. പറ.